ആഹാ, ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ എന്താ ടേസ്റ്റാണെന്നറിയാമോ? പാകത്തിന് ഉപ്പ്, എരിവ്, പുളി എല്ലാം ഒരേപോലെ ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി റെസിപ്പി. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഈ മീൻമുട്ടയൊക്കെ കിട്ടുമ്പോൾ ഒന്നെങ്കിൽ തോരൻ വെക്കും, അല്ലെങ്കിൽ വറുത്തെടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ കൊതി പിടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു സവോള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്നത് കടുക്, പെരിഞ്ചീരകം, അതേപോലെ തന്നെ ഉലുവയും കൂടി വറുത്ത് പൊടിക്കാനായിട്ടിട്ടാണ്. പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി മീൻമുട്ട കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇത് വലുതായതുകൊണ്ടാണ്. ചെറിയ മീൻമുട്ടയാണെങ്കിൽ ഇങ്ങനെ മുറിക്കേണ്ട ഒരാവശ്യമില്ല. അതേപോലെ തന്നെ കുറച്ച് പുളി, ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള കുറച്ച് പുളി വെള്ളത്തിനകത്ത് ഇടുക. അതൊക്കെ നമ്മുടെ മീൻമുട്ടയുടെ അനുസരിച്ച് നമ്മൾ പുളി എന്തേരം വേണം എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഇട്ടാൽ മതി. എന്നാൽ പിന്നെ അടുപ്പ് കത്തിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഒരു ചട്ടി വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വാട്ടുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള നമുക്കിട്ട് കൊടുക്കാം. സവോള കൂടുതൽ എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സവോള എടുക്കുക. സവോളയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴണ്ട് കഴിയുമ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മീൻമുട്ട ഇട്ട് കൊടുക്കാവുന്നതാണ്. മീൻമുട്ട ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി ഇളക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ മീൻമുട്ട പൊട്ടിപ്പോകും. അപ്പം ഇളക്കൽ കുറച്ച് കുറയ്ക്കുക. ഇനി നമുക്ക് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യാനുസരണത്തിനുള്ള പുളിവെള്ളം. നമുക്ക് പുളി കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുക, അതല്ല കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർക്കുക. അങ്ങനെ പുളിവെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതിനെ മറിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് 10 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഉപ്പ് ഇവിടെ കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടുക്, ജീരകം, ഉലുവ എന്നിവ പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻമുട്ട റോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്ത് ഇതിനെ ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയാം ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. മീൻമുട്ടയൊക്കെ കിട്ടുമ്പം ഇതുപോലെ ഒരു വെറൈറ്റി ഡിഷ് പിടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ. നിങ്ങൾ എന്താണേലും റിഗ്രറ്റ് ചെയ്യാനായിട്ട് പോകത്തില്ല. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ പാകത്തിന് ഉപ്പ്, പാകത്തിന് എരിവ്, പുളി എല്ലാം ഈക്വലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. എന്നാലും എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി മീൻമുട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ